ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്ന് നമുക്ക് 7ഉം 8ഉം 9ഉം ശ്ലോകങ്ങൾ നോക്കാം. ശ്രീമദ് നാരായണീയം ദശകം 65 ഗോപീ സമാഗമം ശ്ലോകം 7. കാശ്ചിത് ഗൃഹാത് കില നിരേതുമപാരയന്ത്യസ്ത്വാമേവ ദേവ ഹൃദയേ സുദൃഢം വിഭാവ്യ ദേഹം വിധൂയ പരചിത് സുഖരൂപമേകം ത്വാമാവിശൻ പരമിമാ നനു ധന്യ ധന്യ. നമുക്കിതിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥം നോക്കാം. കാശ്ചിത് ഗൃഹാത് കില നിരേതും അപാരയന്ത്യ ത്വാം ഏവ ദേവ ഹൃദയേ സുദൃഢം വിഭാവ്യ ദേഹം വിധൂയ പരചിത് സുഖ രൂപമേകം ത്വാം ആവിശൻ പരം ഇമാ നനു ധന്യധന്യാ. നമുക്ക് വാക്കുകളുടെ അർത്ഥം നോക്കാം. ദേവ ഭഗവൻ, കാശ്ചിത് കില വേറെ ചില ഗോപികമാരാകട്ടെ, ഗൃഹാത് തൻ്റെ ഗൃഹത്തിൽ നിന്ന്, നിരേതും പുറത്തു പോകുന്നതിന്, അപാരയന്ത്യ കഴിയാത്തവരായി, ഹൃദയേ മനസ്സിൽ, ത്വാം ഏവ അങ്ങയെ തന്നെ, സുദൃഢം ഉറപ്പായി, വിഭാവ്യ ധ്യാനിച്ചിട്ട്, ദേഹം ഭൗതിക ശരീരത്തെ, വിധൂയ തള്ളിക്കളഞ്ഞ്, പരചിത് സുഖരൂപം പരമാനന്ദരൂപമായി, ഏകം ഏകനായി, പരം എല്ലാറ്റിനും അതീതനായിരിക്കുന്ന, ത്വാം അങ്ങയെ, ആവിശൻ പ്രാപിച്ചു, ഇമാ ഇവർ, ധന്യധന്യ നനു അതിപുണ്യവതികളാണ്. നമുക്കിതിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. കാശ്ചിത് ഗൃഹാത് കില നിരേതും അപാരയന്ത്യ ത്വാം ഏവ, അത് ചേർത്തിട്ട് ചൊല്ലാനുള്ളതാണ്. നിരേതുമപാരയന്ത്യസ്ത്വാമേവ ദേവ ഹൃദയേ സുദൃഢം. ഠം എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ഠ എന്നുള്ളത്. വിഭാവ്യ ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ദേഹം വിധൂയ ധു എന്നുള്ള അക്ഷരം ഊന്നി പറയാനുള്ളതാണ്. പരചിത് സുഖരൂപമേകം. പരചിത് സുഖ എന്നുള്ളതിൻ്റെ ഖാന്ന് നന്നായിട്ട് ഊന്നി പറയണം. രൂപം ഏകം, അതാണ് രൂപമേകം. ത്വാം ആവിശൻ, ത്വാമാവിശൻ. പരമിമ, പരം ഇമ ചേർത്ത് ചൊല്ലുമ്പോൾ പരമിമ. നനു ധന്യ, ധ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ധന്യ നീട്ടിയിട്ട് വിസർഗം. ഇവിടെയും ധ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. കാശ്ചിത് ഗൃഹാത് കില നിരേതുമപാരയന്ത്യസ്ത്വാമേവ ദേവ ഹൃദയേ സുദൃഢം വിഭാവ്യ ദേഹം വിധൂയ പരചിത് സുഖരൂപമേകം ത്വാമാവിശൻ പരമിമാ നനു ധന്യധന്യ. അടുത്തത് 8ാമത്തെ ശ്ലോകം. ജാരാത്മനാന്ന പരമാത്മതയാ സ്മരന്ത്യോ നാര്യോ ഗതാ പരമഹംസഗതിം ക്ഷണേന തം ത്വാം പ്രകാശ പരമാത്മതനും കഥഞ്ചിച്ചിത്തേ വഹന്നമൃതമശ്രമമശ്നുവീയ. നമുക്കിതിലെ വാക്കുകൾ പിരിച്ചിട്ട് അതിൻ്റെ അർത്ഥം നോക്കാം. ജാരാത്മന ന പരമാത്മതയാ സ്മരന്ത്യോ നാര്യോ ഗതാ പരമഹംസ ഗതിം ക്ഷണേന തം ത്വാം പ്രകാശ പരമാത്മ തനും കഥഞ്ചിത് ചിത്തേ വഹൻ അമൃതം അശ്രമം അശ്നുവീയ. നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. നാര്യ സ്ത്രീകൾ, ന പരമാത്മതയ പരമാത്മാവായിട്ടല്ല, ജാരാത്മന ജാരൻ എന്ന ഭാവത്തോടു കൂടി, സ്മരന്ത്യ അങ്ങയെ സ്മരിക്കുന്നവരായ, ക്ഷണേന വേഗത്തിൽ, പരമഹംസഗതിം പരമഹംസരെന്ന മഹായോഗികൾക്ക് കിട്ടുന്ന മോക്ഷം,
തത് അതുകൊണ്ട് പ്രകാശ പരമാത്മതനും പ്രകാശിക്കുന്ന പരമാത്മ സ്വരൂപത്തോടു കൂടിയ ത്വാം അങ്ങയെ കഥഞ്ചിത് എങ്ങനെയെങ്കിലും ചിത്തെ മനസ്സിൽ വഹൻ വഹിച്ചിട്ട് അഹമപി ഞാനും അശ്രമം ശ്രമം കൂടാതെ അമൃതം മോക്ഷം അശ്നുവീയ പ്രാപിക്കും. നമുക്കിതിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. ജാരാത്മനാത്മ എന്നുള്ളത് മാന്ന് ചേർത്തിട്ട് ആണ് മ. ജാരാത്മന ന പരമാത്മതയ, ഇവിടെ അതേപോലെ മാന്ന് ചേർത്തിട്ടാണ് മ എന്നുള്ളത്. സ്മരന്ത്യോ നാര്യോ ഗതാ, അവിടെ നീട്ടിയിട്ട് വിസർഗം. പരമഹംസ ഗതിം ക്ഷണേന, ക്ഷ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. തം ത്വാം പ്രകാശ പരമാത്മതനും, പ്രകാശ പരമാത്മതനും കഥഞ്ചിത്, കഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ഥ എന്നുള്ളത്. ഞ്ചിത് എന്നുള്ളത് ഞാച്ച എന്നാണ്. കഥഞ്ചിത് ചിത്തേ വഹൻ അമൃതം അശ്രമം അശ്നുവീയ. ചേർത്ത് ചൊല്ലുമ്പോൾ കഥഞ്ചിച്ചിത്തേ വഹൻ അമൃതമശ്രമമശ്നുവീയ. ജാരാത്മനാന്ന പരമാത്മതയാ സ്മരന്ത്യോ നാര്യോ ഗതാ പരമഹംസഗതിം ക്ഷണേന തം ത്വാം പ്രകാശ പരമാത്മതനും കഥഞ്ചിച്ചിത്തേ വഹൻ അമൃതമശ്രമമശ്നുവീയ. ഈ ദശകത്തിൽ 9 ശ്ലോകങ്ങളാണുള്ളത്. അടുത്തത് 9 കൂടി നമുക്ക് നോക്കാം. അഭ്യാഗതാഭിരഭിതോ വ്രജസുന്ദരീഭിർമുഗ്ധസ്മിതാർദ്രവദന കരുണാവലോകീ നിസ്സീമകാന്തിജലധിസ്ത്വമവേക്ഷ്യമാണോ വിശ്വൈകഹൃദ്യ ഹരമേ പവനേശരോഗാൻ. നമുക്കിതിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥം നോക്കാം. അഭ്യാഗതാഭിർ അഭിതോ വ്രജസുന്ദരീഭിർ മുഗ്ധ സ്മിതാർദ്ര വദന കരുണാവലോകീ നിസ്സീമ കാന്തി ജലധി സ്ത്വം അവേക്ഷ്യമാണോ വിശ്വൈക ഹൃദ്യ ഹരമേ പവനേശ രോഗാൻ. നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. അഭിത അടുക്കൽ, അഭ്യാഗതാഭി വന്നവരായ, വ്രജസുന്ദരീഭി ഗോപവനിതമാരാൽ, അവേക്ഷ്യമാണ് നോക്കപ്പെടുന്നവനും, മുഗ്ധസ്മിതാർദ്രവദന മനോഹരമായി പുഞ്ചിരി തൂകുന്ന മുഖമുള്ളവനും, കരുണാവലോകി കരുണയോടുകൂടി നോക്കുന്നവനും, നിസ്സീമകാന്തി ജലധി അനന്തശോഭയ്ക്കിരിപ്പിടവുമായ ത്വം അങ്ങ്, വിശ്വൈകഹൃദ്യ എല്ലാവർക്കും ഒരേ ഒരു പ്രിയപ്പെട്ടവനും, പരമേശ പരമേശനുമായ ഭഗവൻ, മേ ഭക്തനായ എൻ്റെ, രോഗാൻ രോഗങ്ങളെ, ഹര നശിപ്പിച്ചാലും. നമുക്കിതിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. അഭ്യാഗതാഭിർ അഭിതോ, അഭ്യാഗതാഭിരഭിതോ. അഭ്യാഗതാഭിർ എന്നുള്ളതിൻ്റെ ഭ്യാന്നും ഭിർന്നും നന്നായിട്ട് ഊന്നി പറയണം. അഭിതോ എന്നുള്ളതിൻ്റെ ഭീന്ന് ഊന്നി പറയാനുള്ളതാണ്. വ്രജസുന്ദരീഭിർ, ഇവിടെ അതേപോലെ ഭി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. മുഗ്ധസ്മിതാർദ്രവദന, വ്രജസുന്ദരീഭിർമുഗ്ധ. അപ്പോൾ മാന്ന് ഡബിളായിട്ട് ചൊല്ലണം. ചേർത്ത് ചൊല്ലുമ്പോൾ, ചെറിയ വരട്ടിട്ടുണ്ട്, ചേർത്ത് ചൊല്ലുമ്പോൾ വ്രജസുന്ദരീഭിർമുഗ്ധസ്മിതാർദ്രവദന. മുഗ്ധ എന്നുള്ളതിൻ്റെ ഥാന്ന് നന്നായിട്ട് ഊന്നി പറയണം. സ്മിതാർദ്രവദന അവിടെ വിസർഗം. കരുണാവലോകി നിസ്സീമ, സി എന്ന് 2 സാന്നുണ്ട്. നിസ്സീമ കാന്തി ജലധി, ധി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. സ്ത്വം അവേക്ഷ്യമാണോ, ക്ഷ്യ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. അത് ചേർത്ത് ചൊല്ലുമ്പോൾ നിസ്സീമ കാന്തി ജലധിസ്ത്വമവേക്ഷ്യമാണോ വിശ്വൈക ഹൃദ്യ, വിശ്വൈക ഹൃദ്യ ഹര മേ പവനേശ രോഗാൻ. അഭ്യാഗതാഭിരഭിതോ വ്രജസുന്ദരീഭിർമുഗ്ധ
സ്മിതാർദ്രവദന കരുണാവലോകീ നിസ്സീമകാന്തിജലധിസ്ത്വമവേക്ഷ്യമാണോ വിശ്വൈകഹൃദ്യ ഹര മേ പവനേശരോഗാൻ. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ. ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.